എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ ഒന്നാമത്തേത് കഴിഞ്ഞു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. ആ ഇൻഫർമേഷന്റെ എക്സംപ്റ്റഡ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷനിലെ ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചു. അവരുടെ പവേഴ്സ് എന്താണ്, അവരുടെ ഫംഗ്ഷൻസ് എന്താണ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണെന്നുള്ളത് അതും എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. എന്താണ് അത് പറഞ്ഞാൽ? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ സിലബസ് ബേസ് ആയിട്ട് ഓർഡർ ആയിട്ട് ഓരോ മൊഡ്യൂൾ തീർത്ത് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ട് ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് 2024 നമ്മുടേതായിട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ റിവിഷൻ വരിക, നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, നല്ല രീതിയിൽ മാർക്ക് നല്ല രീതിയിൽ നേടാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഓരോരോ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഓരോരോ നോട്ടിഫിക്കേഷന് പിന്നാലെ പോകാതെ എന്ത് ചെയ്യുക, ഒന്നിൽ തന്നെ ഉറച്ചു നിന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആണ്. ഒരു ദിവസം ഒരു സിലബസിൽ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് പഠനത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്താണ് ഇത് പറയുന്നത്? അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഈ നിയമം അനുസരിച്ചിട്ടാണ്. എന്താണ് അയിത്താചരണം? അൺടച്ചബിലിറ്റി അല്ലേ, അൺടച്ചബിലിറ്റി. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ച് എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ്. ഇനി എന്താണ് ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്? സമൂഹത്തിലെ ഒന്നോ അതിലധികമോ വിഭാഗം ജനങ്ങളെ പൊതുധാരയിൽ അടുപ്പിക്കാതെ മാറ്റി നിർത്തുകയും സാധാരണ തരത്തിലുള്ള ഇടപെടലുകൾക്ക് പ്രാദേശിക നിയമത്തിന്റെ പിൻബലത്തോടെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഇന്നൊരു പണത്തിന്റെ പേരിലടക്കം നമുക്കറിയാം അല്ലേ, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഒരു ജോലിയുടെ പേരിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അല്ലേ. എല്ലാം നമുക്ക് പുറത്തു നിന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും PSCക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് അല്ലേ, ഒരു ജോലി ഇല്ലാത്തതിന്റെ ഇതല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, ഓരോ വിഭാഗത്തിലും ഉണ്ട് എന്ത് ചെയ്യുന്നത്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലേ. അങ്ങനെ ഈ തൊട്ടുകൂടായ്മ പറയുന്നത് എന്താണ്? സമൂഹത്തിലെ ഒന്നോ അതിലധികമോ വിഭാഗം ജനങ്ങളെ പൊതുധാരയിൽ അടുപ്പിക്കാതെ മാറ്റി നിർത്തുകയും സാധാരണ തലത്തിലുള്ള ഇടപെടലുകൾക്ക് പ്രാദേശിക നിയമത്തിന്റെ പിൻബലത്തോടെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ത്, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് 1947 തന്നെ നമുക്കറിയാം. നമ്മൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നവോത്ഥാന നായകർ എന്തൊക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് പ്രയത്നിച്ചത്. മാറുമറയ്ക്കൽ വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് അമ്പലങ്ങളിൽ കയറാൻ, അന്ന് എന്താണ്, പിന്നോക്ക ജാതിക്കാർക്ക് എന്ത് ചെയ്യില്ല, അമ്പലങ്ങളിൽ കയറാൻ അനുവദിക്കില്ല. അങ്ങനെ ഓരോരോ കാര്യം നമ്മളൊക്കെ നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ നവോത്ഥാന കാലഘട്ടം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 1947 എന്ത് ചെയ്തു, ഇത് നിരോധിക്കപ്പെട്ടു. നമുക്ക് ഇന്ന് യൂട്യൂബുകളുടെ താഴെ നമ്മളൊക്കെ വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, അന്ന് മാറുമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നവോത്ഥാന നായകര് ഇതാക്കിയെങ്കിൽ ഇന്ന് എന്താണ്, അത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ 1947 എന്ത് ചെയ്തു, ഈ തൊട്ടുകൂടായ്മയൊക്കെ നിരോധിക്കപ്പെട്ടു. എങ്ങനെയാണ്, എന്താണ് അത് നിരോധിക്കപ്പെടാനുള്ള കാരണം അറിയാലോ? ഒരുപാട് പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അല്ലേ. എങ്ങനെയായിരിക്കും? അതായത് ആർട്ടിക്കിൾ 17 നോക്കിക്കേ. നമ്മൾ ആർട്ടിക്കിൾ 17 എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാറുണ്ട് അല്ലേ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ് ആർട്ടിക്കിൾ 17 എന്ത് ചെയ്തത്, നിലവിൽ വന്നത് അല്ലേ. എന്താണ് ഈ ആർട്ടിക്കിൾ 17 പറയുന്നത്? തൊട്ടുകൂടായ്മയെ കുറിച്ചിട്ടാണ് അല്ലേ. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ. അതുപോലെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് ചില നാടുകളിൽ കറുത്ത വർഗ്ഗക്കാര് എന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ തൊട്ടുകൂടായ്മയിലൂടെയൊക്കെ അകറ്റി നിർത്തപ്പെടാറുണ്ട് അല്ലേ. അതുപോലെ വേർതിരിച്ചു നിർത്തുന്ന സമുദായങ്ങളുണ്ട്, ഓരോ സമുദായങ്ങളെ വേർതിരിച്ചു നിർത്തും. അതുപോലെ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. പിന്നെ അറിയാല്ലേ, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം. ആണുങ്ങൾക്ക് എന്താണ് മുൻതൂക്കം, ഇവിടെ നമ്മുടെ ആൺകുട്ടികളെ കാണുന്നുണ്ടാകും. ഓക്കെ, ഞാൻ പറയാണ് അല്ലേ. ആൺകുട്ടികൾക്ക് എന്താണ് മുൻതൂക്കം കൊടുക്കും, പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, പെണ്ണ് എന്നുള്ള പറഞ്ഞിട്ട് ഒരു മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊന്ന്. പിന്നെ കുട്ടികളിലും എന്ത് ചെയ്യും, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ പെണ്ണ്
അല്ലെ എന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്താണ്, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെയോ ചില നല്ല എന്താ പറയാ ഉന്നത ജാതിയിൽപ്പെട്ടവരെ ആളുകളെ തൊടാൻ പറ്റില്ല അല്ലെ. ആളുകളെ തൊടാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂര പരിധിക്കുള്ളിലാണ് എന്ത് ചെയ്യുക, സംസാരിക്കാൻ പോലും എന്ത് ചെയ്യുന്ന അവകാശം അതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇതൊക്കെ എന്താണ് ഒരു തൊട്ടുകൂടായ്മ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, തൊട്ടുകൂടായ്മ 1947 തന്നെ എന്ത് ചെയ്തു, നിരോധിക്കപ്പെട്ടു അല്ലെ. നിരോധനം നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്താണ്, കേരളം ഒഴികെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, ഇന്നും തൊട്ടുകൂടായ്മയുണ്ട്. കേരളത്തിലാണ് അപ്പോഴെങ്കിലും എന്ത് ചെയ്യുന്നത്, കുറച്ചെങ്കിലും ഇപ്പൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എന്താണ് നമ്മൾ പല കാസ്റ്റുകളിലൊക്കെ നമ്മൾ അങ്ങനെ എന്താണ് നമ്മൾ എടുത്ത് പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ഇന്ന് അതിൽ എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ മറ്റു മിക്ക സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, ഇന്നും അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തില് എടുത്തു പറയുന്നത് എവിടേക്കാണെന്ന് അറിയോ, നമ്മുടെ പാലക്കാട് ജില്ലയില് ഗോവിന്ദപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയോ, പാലക്കാട് ജില്ലയില് ഗോവിന്ദപുരം എന്ന സ്ഥലത്ത്, അതുപോലെ കാസർഗോഡിലെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഇപ്പോഴും എന്താണ്, തൊട്ടുകൂടായ്മ. അതായത് എടുത്തു പറയുന്ന ചില ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും ആ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 ആണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ അംഗീകരിക്കപ്പെട്ട ഏക വകുപ്പും ഏത് തന്നെയാണ്, ഏതാണ്, ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയോ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ കൊണ്ടുവന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയിലെ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആർട്ടിക്കിൾ 17 പ്രകാരം ഇങ്ങനെ ഏത് തരത്തിലുള്ള തൊട്ടുകൂടായ്മയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ 17 സംബന്ധിച്ച ഏതു തർക്കവും കോടതിയിൽ എത്തിയാൽ എന്താണ്, അത് ശിക്ഷാർഹമാണ്. ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള ഏത് തർക്കവും കോടതിയിൽ എത്തിയാൽ നല്ല രീതിയിലുള്ള ശിക്ഷ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അത് പിന്നെ ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് നിലവിൽ വന്നത് എപ്പോഴാണ്, 1955 ജൂൺ 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1955 ജൂൺ 1 ഏത് വന്നത്, സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത്. 1955 ഇത് രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ. ഇതും പ്രീവിയസ് ആണ്, ഇതും പ്രീവിയസ് ആണ്. ഈ 1955 ജൂൺ 1 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്തായി, 1976 സെപ്റ്റംബർ 2 ഭേദഗതി ചെയ്യുകയും പിന്നെ അതിന്റെ പേര് എന്താക്കി മാറ്റിയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ 1955 ജൂൺ 1 കാലഘട്ടത്തില് സിവിൽ അവകാശ സംരക്ഷണ നിയമത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്. ഓക്കെ, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് എന്നായിരുന്നു. അതിന് 1976 ആയപ്പോൾ ഭേദഗതി വരുത്തിയിട്ടാണ്, സെപ്റ്റംബർ 2 ഭേദഗതി ചെയ്തിട്ടാണ് പുതിയ പേരാക്കി അതിന് എന്ത് ചെയ്തു, സിവിൽ അവകാശ സംരക്ഷണ നിയമം എന്ന് ഭേദഗതിയോട് കൂടിയിട്ട് പേര് മാറ്റിയത്. ഓക്കെ, അങ്ങനെ ഈ നിയമം ലംഘിച്ചാൽ ശിക്ഷ എന്താണ്, പരമാവധി 2 വർഷം തടവും ശിക്ഷയും ലഭിക്കുന്നതാണ്. പരമാവധി 2 വർഷം വരെ എന്ത് ചെയ്യും, തടവ് ലഭിക്കുന്നതാണ്. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെ പറ്റിയിട്ടും തൊട്ടുകൂടായ്മയൊക്കെ പറ്റി പഠിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് 1965 രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഇളയ പെരുമാൾ കമ്മിറ്റി. ഈ അടുത്ത് നടന്ന ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മ പറ്റിയൊക്കെ പഠിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഏത് കമ്മിറ്റിയാണ് നിർമ്മിച്ചത്, ഇളയ പെരുമാൾ കമ്മിറ്റി. ചോദ്യം വരും, ഇളയ പെരുമാൾ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ട് നിയമത്തിനായി ചോദിച്ചാൽ എന്തിനാണ്, അതായത് പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഏത് വർഷമാണ് ഇളയ പെരുമാൾ കമ്മിറ്റി നിയമിച്ചത്, 1965. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ, ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടില്ല. ഇനി എന്തൊക്കെയാണ് ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമത്തിലെ കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്ന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ചെയ്താലാണ് അത് കുറ്റമായിട്ട് മാറുക എന്നാണ്. അപ്പൊ അതിൽ നമ്മൾ ഒന്നാമത്തെ പറയുന്നത് ശ്രദ്ധിക്കാട്ടോ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. ഒരു പൗരനെ ഒരു തൊട്ടുകൂടായ്മയുടെ പേരിൽ ആരാധനാലയങ്ങളിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, തൊട്ടുകൂടായ്മയെ പരസ്യമായിട്ട് ന്യായീകരിക്കുക, അതുപോലെ ഇതിന് പാരമ്പര്യം, മതനിയമത്തെ, തത്വശാസ്ത്രങ്ങളെയൊക്കെ
അതിന്റെ പേരിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഇന്ന ജാതി, നിങ്ങൾ ഇന്ന മതം അല്ലേ, അങ്ങനെ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് തൊട്ടുകൂടായ്മ അതിനെയൊക്കെ പറഞ്ഞിട്ട് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക. പിന്നെയോ ഷോപ്പുകളിലും ഹോട്ടലുകളിൽ പൊതുസ്ഥലങ്ങളിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രവേശനങ്ങളൊക്കെ നിഷേധിക്കുക. തൊട്ടുകൂടായ്മയുടെ പേരിൽ ഒരു പട്ടികജാതിക്കാരനെ പരിഹസിക്കുമല്ലോ അല്ലെ, അപഹസിക്കുക. പൊതുജനത്തിന് വേണ്ടിയുള്ള ആശുപത്രിയിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഹോസ്റ്റലിലൊക്കെ ഇവരെ എന്ത് ചെയ്യുക, പ്രവേശിപ്പിക്കാതിരിക്കുക. തൊട്ടുകൂടായ്മ പ്രോത്സാഹിപ്പിക്കും വിധം നേരിട്ടോ പരോക്ഷമായിട്ടൊക്കെ നമ്മൾ വെറുതെ ഒന്ന് സംസാരിച്ചാൽ മതി. രണ്ടാൾ കൂടി നിൽക്കുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ അനുകൂലമായിട്ട് തൊട്ടുകൂടായ്മയൊക്കെ നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല, ആ ജാതിക്കാരനെയൊക്കെ മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കൂടിയിട്ട് എന്താണ്, അത് നമുക്ക് കുറ്റകൃത്യമായിട്ട് പരിഗണിക്കപ്പെടും. ഓക്കെ ആണല്ലോ. പിന്നെ ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്കോ വിഭാഗത്തിനോ ചരക്കുകൾ വിൽക്കാതിരിക്കുക, അവർക്കുള്ള സേവനങ്ങൾ നൽകാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ എന്താണ്, കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമത്തില് സെക്ഷൻ 3 മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിന് ഉള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയാല്ലേ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ, കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ അതിൽ നടപ്പാക്കുന്ന ശിക്ഷയെ പറ്റിയിട്ടാണ് സെക്ഷൻ 3 പറയുന്നത്. മതപരമായ തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്, സെക്ഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 4 എന്ന് പറയുന്നത് സാമൂഹികപരമായ തൊട്ടുകൂടായ്മയെ പറ്റിയിട്ടാണ്. സെക്ഷൻ 3 മതപരമായിട്ടാണ്. മതപരമായിട്ട് നമ്മളൊരു തൊട്ടുകൂടായ്മ നടപ്പിലാക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 3 ശിക്ഷ, അതിൽ ഏതാണ് ശിക്ഷയാണ് വരുന്നത് കേട്ടോ, സെക്ഷൻ 3 പ്രതിപാദിക്കുന്നുണ്ട്. സെക്ഷൻ 4 പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ. ഓക്കെ, എന്താണ് സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ നടപ്പിലാക്കുന്നില്ല, ശിക്ഷയെ പറ്റി ഒക്കെ ഇതിലാണ്, ഒക്കെ ശിക്ഷയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സാമൂഹികപരമായ തൊട്ടുകൂടായ്മയെ കുറിച്ചിട്ടാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 5 എന്താണ് പറയുന്നത്, ആശുപത്രികളില് വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷയെ പറ്റി. ഓക്കെ, ആശുപത്രികളില് വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് അവിടെയും എന്താണ്, ജാതിയുടെ പേരിലും വർഗങ്ങളുടെ വ്യത്യാസത്തിലും നിറത്തിന്റെ വ്യത്യാസത്തിലും അല്ലെങ്കിൽ പണത്തിന്റെ പേരിലോ ഏതിന്റെ പേരിലായാലും ശരി, അവിടെയും എന്താണ്, പ്രവേശനം വിസമ്മതിച്ചാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് സെക്ഷൻ 5 പറയുന്നത്. 3, 4, 5 പഠിച്ചല്ലോ. 3 മതപരമായിട്ടുള്ളത്, 4 സാമൂഹികപരമായിട്ടുള്ളത്, 5 ആശുപത്രികളിൽ വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് വിസമ്മതിച്ചാലുള്ള ശിക്ഷയെ പറ്റി. സെക്ഷൻ 6 പറയുന്നത് ഏതെങ്കിലും ചരക്കുകൾ വിൽക്കാൻ വിസമ്മതിക്കുകയോ സേവനങ്ങൾ നിരസിക്കുകയോ ചെയ്താൽ, ഏതെങ്കിലും ചരക്കുകൾ വിൽക്കാൻ, അതായത് ഇന്നവർക്ക് അത് കൊടുക്കില്ല, ഞങ്ങൾ ഇന്നവർക്കേ കൊടുക്കുള്ളൂ, അതിലും എന്ത് ചെയ്യാണ്, അതിലും വ്യത്യാസം കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അവിടെയും എന്താണ്, അതിൽ പറയുന്ന ശിക്ഷയാണ് ചരക്കുകൾ വിൽക്കാൻ വിസമ്മതിക്കുകയോ സേവനങ്ങൾ നിരസിക്കുകയോ ചെയ്താൽ അതിൽ പറയും. ഏതാണ് ശിക്ഷ, സെക്ഷൻ 6 അത് പറയുന്നത്. സെക്ഷൻ 7A നിർബന്ധപൂർവം തൊഴിൽ ചെയ്യിക്കുക. സെക്ഷൻ 7A എന്താ പറയുന്നത്, നിർബന്ധപൂർവം തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവം തൊഴിൽ ചെയ്യിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 7A പറയുന്നത്. സെക്ഷൻ 10A, ഞാൻ ഇതിന്റെ ഇടയിൽ കുറെ സെക്ഷൻസ് വരുന്നുണ്ട്, നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഇരുന്ന് കുറെ സെക്ഷൻ പഠിച്ചിട്ട് ലാസ്റ്റ് ഏതും ഇല്ലാത്ത അവസ്ഥ വരരുത്. അതുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആ 1-2 സ്ലൈഡിൽ ഏത് നിയമം നിലവിൽ വന്നു, ഏത് ഭേദഗതി, ഏതാണ് ആ കമ്മിറ്റി, എന്തിനു വേണ്ടിയിട്ടാണ്, അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ സെക്ഷൻ പഠിക്കാൻ പാടുള്ളൂ കേട്ടോ. സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അത്ര ഓർത്ത് വെക്കേണ്ട സെക്ഷൻസ് മാത്രം ഓർത്ത് വെക്കുക, അല്ലാതെ ഇരുന്ന് എല്ലാ സെക്ഷനും ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. സെക്ഷൻ 7A നിർബന്ധപൂർവ്വം തൊഴിൽ ചെയ്യിക്കുക. സെക്ഷൻ 10A എന്താണ്, കൂട്ടപ്പിഴ ചുമത്താനുള്ള സർക്കാരിന്റെ അധികാരത്തെ പറ്റിയിട്ട്, കൂട്ടപ്പിഴ ചുമത്താനുള്ള സർക്കാരിന്റെ അധികാരത്തെ പറ്റിയിട്ടാണ് ഏത് പറയുന്നത്, സെക്ഷൻ 10A പറയുന്നത്. അതായത് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യമോ അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്നതായ ഏതെങ്കിലും കുറ്റകൃത്യത്തിനെ വീണ്ടും ശിക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രേരണ നൽകിയാൽ ഓക്കെ, അങ്ങനെയൊക്കെ എന്താണ്, സർക്കാർ എന്ത് ചെയ്യാണ്, കൂട്ടപ്പിഴ ചുമത്താനുള്ള സർക്കാരിന്റെ അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്ഷൻ 14 പറയുന്നത് കമ്പനികളുടെ കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ്. സെക്ഷൻ 14 കമ്പനികളുടെ കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്, അതായത് ഇത്ര കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ഇത്ര പ്രായത്തിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമുക്കറിയാലോ, ഓരോരോ സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ പീഡനങ്ങൾ, അങ്ങനെ അതിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന പേരിൽ, അല്ലെങ്കിൽ കഴിവിന്റെ പേരിൽ മാറ്റി നിർത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അങ്ങനെ കമ്പനികളുടെ കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ് സെക്ഷൻ 14 പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും
ഓരോ വർഷവും ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കേസുകളോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം? കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും പാർലമെന്റിന്റെ ഇരുസഭകളിലും, ഇരുസഭ എന്ന് പറയുമ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ച നടപടികളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, എവിടെയെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ ഇതുപരമായിട്ട് ഉണ്ടായിരിക്കില്ലേ? അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യണം? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും പാർലമെന്റിന്റെ ഇരുസഭകളിലും എന്ത് ചെയ്യണം? റിപ്പോർട്ട് വെച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, അതുപോലെ ഒരു പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിന് വേണ്ട ശിക്ഷകൾ കൊടുക്കണം. അതായത് പ്രതിയാക്കപ്പെട്ടവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. അതെന്ത് പറയുന്നുണ്ട്? ഈ നിയമത്തിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ തീർച്ചയായിട്ടും കമന്റ് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.